പഴയ നിയമത്തിലൂടെയാണ് പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നത്. 31:18. അവൻ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപ്പലക 2 അവന്റെ പക്കൽ കൊടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കണേ, കൽപ്പനകൾ സിനായ് പർവ്വതത്തിൽ ആവിഷ്കരിക്കുന്ന ദൈവം കൽപ്പലകകളിൽ അത് എഴുതിക്കൊടുത്തു. അപ്പോൾ ആജ്ഞയേക്കാൾ, കൽപ്പനയേക്കാൾ, ഏതെങ്കിലും ഒരു ശബ്ദത്തെക്കാൾ ഇത് വാസ്തവമോ എന്ന് മനസ്സിലാക്കുവാൻ ആ എഴുത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വാക്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകൾ. അപ്പോൾ ആദ്യത്തെ 10 കൽപ്പനകൾ ദൈവം അവന്റെ കൈയാൽ എഴുതി എന്നത് പ്രാഥമികമായി നാം മനസ്സിലാക്കുന്നു എങ്കിൽ അതീവ പ്രാധാന്യമുള്ള ഭാഗങ്ങൾ അതിനോടനുബന്ധിച്ച് വരുന്നത് കൊണ്ട് വ്യക്തമായി 32-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൂടെ വായിക്കാം. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. ശ്രദ്ധിക്കണേ, സിനായ് പർവ്വതത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകൾ ദൈവം തന്നെ സൃഷ്ടിച്ച അഥവാ പാറയിൽ നിന്ന് വെട്ടിയെടുത്ത കൽപ്പലകകളിൽ ദൈവികമായി അവന്റെ വിരൽ കൊണ്ടെഴുതിയതാണ് 10 കൽപ്പനകൾ എങ്കിൽ ഇതുവരെ 10 കൽപ്പനയെ വീക്ഷിച്ചതുപോലെയല്ല അതേ 10 കൽപ്പനകളെ നാം വീണ്ടും വായിക്കേണ്ടത്. ഒരു ലിഖിതമായി നമുക്ക് ആ കൽപ്പനകൾ തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് ദൈവം സൃഷ്ടിച്ച കൽപ്പലകകളിലാണ് അവൻ ഇതെഴുതിയത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എഴുത്തായതുകൊണ്ട് അതിന് അമിത പ്രാധാന്യം വിശ്വാസികളായ നാം കൊടുത്തേ പറ്റൂ. അത് ലിഖിതമായിരുന്നില്ല എങ്കിൽ, അത് റെക്കോർഡായിട്ടില്ല എങ്കിൽ പല ഉപാധികളും നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ നാം നയിക്കുന്നത് സത്യവേദ പുസ്തകത്തിലെ ലിഖിതമാക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ മുൻപാകെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആദ്യ കൽപ്പനകളായ 10 കൽപ്പനകൾ യഹോവയായ ദൈവം അവന്റെ വിരൽ കൊണ്ടെഴുതി. 16-ാം വാക്യത്തിൽ പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ വിവരിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജനം ഈ കൽപ്പനകളെ അനുസരിക്കാതെ പാപം ചെയ്തു എന്ന് 32-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വാക്യം നമുക്ക് നിശ്ചയമുള്ളത് കൊണ്ട്, സമയം നമ്മുടെ മുൻപാകെ അധികമില്ലാത്തത് കൊണ്ടും അതിന്റെ 6-ാം വാക്യം മാത്രം വായിച്ചാട്ട് 32-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. വളരെ ചിന്തനീയമായ ഒരു ഭാഗമാണത്. യഹോവയുടെ കൽപ്പനകൾ തന്റെ കൈയാൽ വെട്ടിയെടുത്ത കല്ലുകളിന്മേൽ അവൻ തന്നെ എഴുതി മോശയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ദിവ്യത്വവും അതിന്റെ മഹത്വവും വ്യക്തമായി നാം മനസ്സിലാക്കുന്നു എങ്കിൽ ഇത് ജനം കാണുന്നതിന് മുൻപ് തന്നെ മോശെ യഹോവയോട് കൂടെ സിനായ് പർവ്വതത്തിൽ 40 ദിവസത്തോളം ഇരുന്നു എന്നത് അതിന്റെ മുൻഭാഗത്ത് നാം വായിക്കുമ്പോൾ ആ 40 ദിവസം സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഫറവോന്റെ പക്കൽ നിന്നും ദൈവം വിടുവിച്ച അത്ഭുതങ്ങളിലൂടെ ഈ ജനം മനസ്സിലാക്കിയെങ്കിലും ആ ശക്തിമാനായ, ആ ജ്ഞാനവതിയായ, ആ തികഞ്ഞ കൽപ്പനകൾ കൃത്യമായി നൽകുന്നവനായ
ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. 6-ാം വാക്യത്തിന്റെ പ്രാധാന്യം, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. വളരെ വ്യക്തമായി മ്ലേച്ഛകരമായ ലൈംഗിക വൈകൃതങ്ങൾ അവർ ആ അഹരോൻ ഉണ്ടാക്കിയ, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, മുൻപാകെ അവർ അവലക്ഷണമായി പ്രവർത്തിച്ചു എന്നത് ഫറവോന്റെ രാജ്യത്തിൽ മിസ്രയീമിൽ അവർ നടത്തിയതിനെ അനുകരിക്കുവാൻ തക്കവണ്ണം ജനം താല്പര്യപ്പെട്ടത് കൊണ്ടാണ് കൃത്യമായി നാം മനസ്സിലാക്കുന്നത്. ദൈവം മോശയോട് കൽപ്പിക്കുമ്പോൾ ദൈവം എഴുതിയ ഈ കൽപ്പലകകളെ, ദൈവം കൊടുത്ത ഈ കൽപ്പനകളെ, അഥവാ ദൈവം എഴുതിയ ഈ വചനങ്ങളെ എന്ന് പറഞ്ഞാൽ മോശയുടെ കയ്യിലിരുന്ന ഈ കൽപ്പനകൾ 100% ദൈവത്താൽ നൽകപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കൽപ്പനകൾക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതാണ് 32-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിലും 19-ാം വാക്യം 32-ാം 19 മുതൽ ഒന്ന് വായിച്ച് പെട്ടെന്ന് പോകാം. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. 20-ാം വാക്യം, അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഈ സംഭവം ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീടാണ് വ്യക്തമായി ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നത്. അത് മാത്രം നമുക്കൊന്ന് വായിക്കാം. ദൈവം കൊടുത്ത, ദൈവം വെട്ടിയെടുത്ത കൽപ്പലകകളിൽ അവന്റെ വിരൽ കൊണ്ടെഴുതിയ 100% മേഡ് ഇൻ ഹെവൻ ബൈ ഗോഡ് എന്നുള്ള ആ കൃത്യമായ സത്യം മോശയ്ക്കറിയാമായിരുന്നിരിക്കെ കൃത്യമായി ജനം അവലക്ഷണമായി പ്രവർത്തിച്ചത് കൊണ്ട് 27-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീജനങ്ങളില്ല. അവരെ ഒഴിവാക്കിയത്, ഇതിന് മുൻകൈ എടുത്തത് പുരുഷന്മാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയാൽ ഓരോരുത്തൻ താൻ താന്റെ സഹോദരനെയും താൻ താന്റെ സ്നേഹിതനെയും താൻ താന്റെ കൂട്ടുകാരനെയും കൊന്നു കളവീൻ. എന്താ കാര്യമെന്നറിയാമോ? ദൈവം എഴുതിയ ആ എഴുത്ത്, ദൈവം ഉണ്ടാക്കിയ ആ കൽപ്പലകകൾ, അതിനെ മനുഷ്യൻ നിസ്സാരവൽക്കരിച്ചത് കൊണ്ട് ഏറ്റവും കടുത്ത ശിക്ഷ. അതനുസരിക്കാത്തവനാണ് നിന്റെ സഹോദരനെങ്കിൽ പ്രായം നോക്കാതെ അവനെ വെട്ടിക്കൊല്ലുവാൻ തക്കവണ്ണം, അതനുസരിക്കാത്തവനാണ് നിന്റെ ആത്മാർത്ഥ സ്നേഹിതനെങ്കിൽ ഒന്നും നോക്കാതെ അവനെ കഷണമാക്കുവാൻ തക്കവണ്ണം കൃത്യമായി നിന്റെ സ്നേഹിതനെയും നിന്റെ സഹോദരനെയും കൂട്ടുകാരനെയും ഈ ലോകത്തോട് തന്നെ യാത്ര പറയിക്കുന്ന തീഷ്ണമായ ദൈവത്തിന്റെ വചനമാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അവിടെ അതിന് പ്രാധാന്യമുള്ളത്. അത് ദൈവത്തിന്റെ കൈകളാൽ അവൻ എഴുതി. ശ്രദ്ധിക്കണേ, വളരെ വ്യക്തമായി മോശ ചെയ്തത് നാം അവിടെ വായിക്കുമ്പോൾ യഹോവ ചെയ്തത് 34-ാം അധ്യായത്തിന്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. 34-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുൻപിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരയണം. നിന്നോടുകൂടെ മതി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കൽപ്പനകൾ യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്നത്
മുമ്പിലത്തെ പോലെ 2 പലക ചെത്തിക്കൊള്ളുക. ആരാണ് ചെത്തുന്നത്? മോശ ചെത്തിക്കൊള്ളണം. അപ്പോൾ മനുഷ്യന്റെ ഉത്തരവാദിത്വം കൂടി. മോശ ചെത്തി തരുന്ന കല്ലുകളിൽ 10 കൽപ്പനകൾ പിന്നെയും എഴുതുന്നത് ആരാണ്? യഹോവയായ ദൈവം. കൃത്യമായി അത് വാക്യത്തിൽ അത് പറയുമ്പോൾ 34 അധ്യായത്തിന്റെ 1 വാക്യം കഴിഞ്ഞ ശേഷം 34 അധ്യായത്തിന്റെ 28 വാക്യം കൂടെ എഴുതിയാണ്. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അപ്പോൾ വചനം കൃത്യമായി അതിന്റെ ഗൗരവത കടന്നു വരുന്നത് ഇത് ദൈവത്താൽ എഴുതിയത് കൊണ്ടാണ്. ആദ്യത്തെ കൽപ്പലകകൾ ദൈവം തന്നെ വെട്ടിയെടുത്തു നൽകുമ്പോൾ, രണ്ടാമത്തെ കൽപ്പലകകൾ മോശയോട് ക്രമീകരിക്കുവാൻ പറഞ്ഞ ശേഷം എഴുത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ദൈവം എഴുതുന്ന എഴുത്തായിരിക്കണം. ആ എഴുത്ത് രണ്ടാമത്തെ കൽപ്പലകയിലും യഹോവയായ ദൈവം എഴുതി എന്ന് നാം മനസ്സിലാക്കണം. കൾമിനേഷൻ പോയിന്റ് 21 അധ്യായത്തിന്റെ 5 വാക്യം നാം വായിച്ച വാക്യത്തിലേക്കാണ് കേന്ദ്രീഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ എഴുത്ത് ഈ 2 കൽപ്പനകളിൽ കൃത്യമായി ദൈവം നിർവഹിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഫിനിഷ് ഡേക്ക് കൃത്യമായി കണക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2713 കൽപ്പനകളാണ് ദൈവം അവർക്ക് വേണ്ടി കൊടുത്തത്. എന്നാൽ 10 കൽപ്പനകൾ കേട്ടപ്പോൾ തന്നെ ജനം ഭ്രമിച്ചു വശായി. തങ്ങൾ മരണപ്പെടുമോ എന്ന് ചിന്തിച്ച ശേഷം മോശെ ഒരു മധ്യസ്ഥനായി നിർത്തിക്കൊണ്ട്, നീ അത് കേട്ടാൽ മതി, നീ എഴുതി തന്നാൽ മതി, അഥവാ നീ ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭയാനകമായ രൂപം ഈ ജനം കണ്ടിട്ട് അവർ ഭയന്ന് വിറങ്ങലിക്കുമ്പോൾ മോശ 2 കൽപ്പലകകൾ അവൻ തന്നെ വെട്ടിയെടുത്ത് യഹോവയ്ക്ക് കൊടുക്കുമ്പോൾ എഴുത്താരുടേതായിരുന്നു? സർവശക്തനായ ദൈവത്തിൻ്റെതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ വ്യക്തമായി ശക്തമായി ഞാൻ പറയട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. എഴുതുന്നത് എന്റെ ദൈവമാകയാൽ ഒരച്ചടിശാലയിൽ അത് ഒരു പക്ഷേ പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സകല വചനങ്ങളും പരമോന്നതരായ ദൈവം എഴുതുമ്പോൾ അതനുസരിക്കുന്നില്ല എങ്കിൽ നിനക്ക് ലഭിച്ച ശിക്ഷ എന്ത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ പഴയ നിയമ സഭയോട് അവർ അനുഭവിച്ച ആ പ്രത്യേകമായ ശിക്ഷയോട് നീ മനസ്സൊന്ന് ഉപമിപ്പിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വില എന്ത് എന്നുള്ളത് നിനക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു ചരിത്ര വസ്തുത കൂടെ നമുക്ക് എടുക്കാം. ദാനിയേലിന്റെ പുസ്തകം 5 അധ്യായത്തിന്റെ 5 വാക്യം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അടുത്തത് ഞാൻ ആ പ്രധാനപ്പെട്ട വചനങ്ങൾ മാത്രം എഴുതുക. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് കാണുവാൻ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയിലൂടെ എഴുതിയത് സർവശക്തനായ ദൈവമാകുമ്പോൾ അത് മനസ്സിലാക്കുവാൻ 25 വാക്യത്തിലൂടെ ഒന്ന് കണക്കെടുത്താണ്. വായിച്ചോ. എഴുതിയിരുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസി. ഓക്കെ, ആ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ വളരെ വ്യക്തമായി പുതിയ നിയമ ഭക്തന്മാർ മനസ്സിലാക്കണം. പലരും അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ്. അന്യഭാഷയുടെ ഏതെങ്കിലും ഒരു വാക്കിന് വിശദമായ അർത്ഥം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ അവിടെ തന്നിരിക്കുന്നത്. മെനെ
മെനെ തെക്കേൽ ഉർഫസീൻ. കേട്ടൊന്ന് വായിച്ചേ 26 മുതൽ. രാജ്യത്തിന്റെ അർത്ഥമാവിത്, മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, മെനെ എന്ന 2 അക്ഷരങ്ങളെ അവിടെ പറഞ്ഞുള്ളൂ. ആ മെനെ എന്നത് നിനക്കറിയാത്തൊരു ഭാഷയാണ്. ആ ഭാഷയുടെ വിവരണം എന്താണ്? മെനെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സർവശക്തനായ ദൈവം അവന്റെ ഭാഷ നിന്റെ അധരത്തിലൂടെ വ്യാപിപ്പിക്കുമ്പോൾ, ചിലപ്പോൾ ചിലർ അത് ഒരു തമാശയായി എടുക്കുമ്പോൾ വെറും 2 അക്ഷരങ്ങളിൽ ഇത്രത്തോളം അർത്ഥം ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ താഴോട്ടുള്ള വായിച്ചോ. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അടുത്തത് പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. എന്റെ ദൈവത്തിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പരമോന്നതനായ ദൈവമാണ് അന്യഭാഷയുടെ വാക്കുകൾ നിനക്ക് നൽകുന്നത് എങ്കിൽ ഒരുപക്ഷെ അത് 2 അക്ഷരമായിരിക്കാം, ഒരുപക്ഷെ അത് 3-4 വാക്കുകളായിരിക്കാം. ഒരു പ്രബന്ധം തന്നെ ദൈവം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു എങ്കിൽ നമ്മുടെ വിധിപ്രകാരമല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി അത് ദൈവത്തിന്റെ കൽപ്പനയാകുമ്പോൾ 30-ാം വാക്യം വായിച്ചാണ്. ആ രാത്രിയിൽ തന്നെ കൽദൈ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ ആ സംഭവം വിധിക്കുവാൻ വേണ്ടി എടുത്തതല്ല. എന്റെ ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ലിപികളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ തരുമ്പോൾ എന്റെ ദൈവത്തിന് മുഴുവൻ അക്ഷരങ്ങളും കൃത്യമായി വിവരിക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഒരക്ഷരത്തിന്, അവന്റെ 2 അക്ഷരങ്ങൾക്ക് നാം ഉദ്ദേശിക്കാത്ത അർത്ഥം ദൈവം കൊടുക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയാൽ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഭാഷകൾ എന്റെ ദൈവം നിനക്ക് നൽകുമ്പോൾ അവിടെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിന്റെ എഴുത്താണോ എന്നാണ്. അത് ദൈവം എഴുതിയതാണ് എങ്കിൽ ഭയത്തോടും വിറയലോടും കൂടി മാത്രമേ സത്യവേദ പുസ്തകത്തെ നിനക്ക് സ്പർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. വളരെ കൃത്യമായി സപ്ത സന്ദേശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ 2-3 അധ്യായങ്ങളാണല്ലോ സപ്ത സന്ദേശങ്ങൾ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ 1-ാം വാചകം വായിച്ചു. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. വചനപരിജ്ഞാനമില്ലാത്തവർ ഈ ദൂതൻ ദൈവത്തിന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന യവനപദം അഗലോസ് എന്നാകുമ്പോൾ, ഭൂമിയിലെ സഭയിൽ അന്നത്തെ ആ സഭയുടെ ഒരു ലീഡർ അഥവാ ദൂതന് അഗലോസ് എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ, ഇത് അറിയിക്കുന്നവൻ എന്ന് മാത്രമേ ഉള്ളൂ. ഏഞ്ചൽ എന്നുള്ള ഒരു മീനിങ് അല്ല അവിടെ. പക്ഷേ ആ മനുഷ്യനോട് ദൈവം പറയുകയാണ്, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാക്യം വായിച്ചേ. ഉണ്ണയിലെ സഭയുടെ ദൂതന് എഴുതുക. മതി. അടുത്ത വാക്യം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. 3-ാം അധ്യായത്തിലെ 14-ാം വാക്യം. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. ഇവിടെ നാം വായിക്കുന്നത് സപ്ത സന്ദേശങ്ങളിൽ വ്യക്തമായി സ്മുർണ, ഫിലദൽഫിയ എന്നീ സഭകൾക്ക് മാത്രം യാതൊരു വിമർശനവും ഏൽക്കാതെ ജയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ സകല സഭകളും ഇന്ന് ഭൂമിയിലുള്ള സകല സഭകളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ, കുൽസിത ചിന്തകളുടെയും വളരെ കൃത്യമായി ഓരോരോ തിരഞ്ഞെടുപ്പുകളിലൂടെയും
ആഭാസകരമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അതിന്റെ വ്യക്തമായ ചിത്രമാണ് സപ്ത സന്ദേശങ്ങൾ തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, പൂർണ്ണമായി അനുസരിച്ച രണ്ട് സഭകൾ മാത്രമേ അവിടെ ഉള്ളൂ, സ്മുർണയും ഫിലദൽഫിയയും. പക്ഷേ ഇവർ ഏതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ എഴുത്തിലാണ്. ദൈവമാണ് അത് എഴുതിയത്. പുത്രനാം കർത്താവാണ് വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അത് എഴുതിയത്. പറഞ്ഞതിന്റെ സാരം വിശുദ്ധ വേദ പുസ്തകത്തിലെ സപ്ത സന്ദേശങ്ങളിലെ ജയിക്കുന്നവനും പരാജയപ്പെടുന്നവനുമുള്ള ഈ 5 സഭകളെ കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് സഭകൾ മാത്രമേ ഉള്ളൂ സകല വിധത്തിലും ദൈവത്തിന് യോഗ്യരായി തീർന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ, എന്തുകൊണ്ട് അവർ യോഗ്യരായി, എന്തുകൊണ്ട് മറ്റുള്ളവർ അയോഗ്യരായി എന്നറിഞ്ഞാൽ, സത്യവേദ പുസ്തകത്തെ സ്പർശിക്കുന്ന നിനക്ക് വേദപ്രകാരം മാത്രമേ മുന്നോട്ട് പോകുവാൻ ദൈവം അനുവദിക്കുന്നുള്ളൂ എന്നത് നാം കൃത്യമായി മനസ്സിലാക്കണം. കാരണം എന്താ? ഇതൊരു എഴുത്തായിട്ട് അവരുടെ മുൻപാകെ ദൈവം പ്രദർശിപ്പിച്ചു. സ്തോത്രം. വളരെ വ്യക്തമായി നാം അത് മനസ്സിലാക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. സ്തോത്രം. ഒന്നുകൂടെ വായിച്ച വാക്യം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. വായിച്ചേ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഇതെഴുതപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളാകയാൽ, ഇത് ദൈവം എഴുതി പുതിയ നിയമസഭയ്ക്ക് നൽകുന്നതാകയാൽ ഇതൊഴിഞ്ഞു മാറുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവം കൽപ്പിച്ചതൊക്കെയും 100% നടപ്പാക്കുവാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ മുൻപാകെയുള്ള ദൈവം. എന്നാൽ സ്നേഹത്തിന്റെ പ്രതീകമായി അവന്റെ ഏകജാതനായ ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചത് കൊണ്ട് ഈ വാക്യങ്ങളുടെ വില തെല്ലും കുറഞ്ഞു പോകുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഇത് ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, എത്ര വ്യക്തമായി എഴുതുക. അപ്പോൾ ഒരു എഴുത്തവിടെയുണ്ട്. ഒരു വചനം ആഹ്വാനം ചെയ്തതല്ല, ഇത് എഴുതി കാണിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൃത്യമായി അത് നാം മനസ്സിലാക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ എഴുത്തിനാലാണ് നീ മണവാട്ടിയാം സഭയുടെ അംഗമാകുന്നത്. ആഹ്വാനം ചെയ്തതല്ല, ശബ്ദം പുറപ്പെടുവിച്ചതല്ല. എന്റെ ദൈവം കൃത്യമായി, സ്വർഗസ്ഥനായ ദൈവം നിന്റെ പ്രത്യേകമായ പുതിയ പേർ എഴുതി ചേർത്തിട്ടാണ് ആ കല്യാണ സദ്യയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്നത്. അതാണ് 9-ാം വാക്യം. ഒന്നുകൂടെ വായിച്ച അത് കുഞ്ഞാടിന്റെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. സ്തോത്രം. പണ്ട് കൺവെൻഷനിലൊക്കെ ഞാൻ ഒരു പാട്ട് പാടുമായിരുന്നു, സത്യവചനം കേട്ട് നീ വാ. എനിക്ക് ആ പാടെ 2-3 പാട്ടേ അറിയത്തുള്ളൂ. അതിലറിയാവുന്ന ഒരു പാട്ടാണ് അത്. എപ്പോഴും ഞാൻ പാടും അത്. ഇപ്പൊ അത് പാടുന്നില്ല, പോട്ടെ.
ബിനു അതിവിടെ പാടി. എന്നാലും ഞാൻ പറയുക, സത്യവചനമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ആ സത്യവചനം ആഹ്വാനമായി നിനക്ക് തന്നതല്ല, ശബ്ദവീചികൾ കൊണ്ട് നിനക്ക് തന്നതല്ല, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തതുമല്ല. ഇതെഴുതണം. ദിസ് ഇസ് എ റെക്കോർഡ്. ആ റെക്കോർഡാണ് ഇത് എങ്കിൽ 19 അധ്യായത്തിന്റെ 9 വാക്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമിത പ്രാധാന്യമേറിയ വാക്കുകളാണ്. കാരണം എന്തെന്നറിയാമോ? നമ്മണവാട്ടിയാം സഭയോട് ചേരുന്ന മഹനീയമായ സംഭവമാകുമ്പോൾ അതും ഒരു എഴുത്തിനാലാണ് സംഭവിച്ചത്. എഴുതിയെങ്കിൽ മാത്രമേ, നിന്റെ പേർ ദൈവം എഴുതിയെങ്കിൽ മാത്രമേ ഇന്നേക്ക് ഏകദേശം 3500 സംവത്സരങ്ങൾക്ക് മുൻപ് മോശയ്ക്ക് സിനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം കൽപ്പലകളെ ചീന്തിയെടുത്ത് അതിൽ എഴുതി കൊടുത്ത വാക്യം എന്തിനെഴുതണം? മോശയുടെ ബുദ്ധിയെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ പോരെ, ഒന്ന് സ്പർശിച്ചാൽ പോരെ? ഇല്ല. അതിനുശേഷം എത്ര തലമുറകൾ ഈ ഭൂമിയിൽ കൈമാറി ഇവിടെ വന്നു. നമുക്ക് വായിക്കുവാനുള്ളതാണ് സത്യവചനത്തിലെ എഴുത്തുകൾ എന്ന് പ്രത്യേകം മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായി 2 തിമോഥെയോസ് 3 അധ്യായത്തിന്റെ 16 വാക്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. വായിച്ചാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് മതി. അതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ സത്യവചനമാണ് നിന്റെ മുൻപാകെ നൽകിയിരിക്കുന്നത്. ഇതിലെ ഓരോ വാക്കുകളും യഹോവയായ ദൈവം പുത്രനോട് കൽപ്പിച്ചിട്ട് വിവിധ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനയനുസരിക്കുന്ന പ്രവാചകന്മാരിലൂടെയും ദൈവവിശ്വാസികളിലൂടെയും കൃത്യമായി ഇത് എഴുതി ചേർക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇതൊരു റെക്കോർഡാണ്. ആ റെക്കോർഡിൻ പ്രകാരമാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ആ റെക്കോർഡിന് ഒരു കാലത്തും മാറ്റം സംഭവിക്കുന്നില്ല. നാം മുൻപ് വായിച്ച മത്തായി 5:18 ഒരിക്കൽ കൂടെ വായിച്ചാൽ, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ശ്രദ്ധിക്കണേ, അതീവ പ്രാധാന്യമുള്ള മഹത്വീകരിക്കപ്പെട്ട ഒരു തത്വം അവിടെയുണ്ട്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പുത്രനാ പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. ഏതാണ് ഈ ആകാശം? ഏതാണ് ഈ ഭൂമി? ആകാശം എന്ന് പറയുന്നത് സ്വർഗം എന്നാണ് കൃത്യമായി അവിടെ ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ളത്. എന്താണ് ഈ സ്വർഗം? 21 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുമ്പോൾ അതിന്റെ സാധുത നാം അറിയുന്നു. വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അപ്പോൾ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതുവരെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, ദൈവത്തിന്റെ നിയമങ്ങൾക്ക്, ദൈവത്തിന്റെ എഴുത്തുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അർത്ഥം എന്താണെന്നറിയാമോ? അതിനുശേഷം ഒരു മാറ്റം സംഭവിക്കുന്നതാണ് 21 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്താണ് നാം വായിച്ചത്? ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അടുത്തത് എന്താ? എന്ന് അരുളി ചെയ്തു, എഴുതുക. സർവശക്തനായ ദൈവം തന്റെ ഏകജാതനിൽ കൂടെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുന്നമേ മനുഷ്യനെ കുറിച്ച് തീരുമാനിച്ച തത്വങ്ങൾ ഒരു ലിഖിതമാക്കി എഴുതുമ്പോൾ പരമോന്നതനായ ദൈവത്തിന്റെ ഏകജാതൻ പറയുന്നു, ഈ നിയമങ്ങൾ സത്യമായിട്ടുള്ളതാണ്. ഇതിനൊരു മാറ്റം വരും. എപ്പോഴാണ്? ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോൾ
പുതിയ ആകാശവും പുതിയ ഭൂമിയും സർവേശ്വരനായ ദൈവത്തിന്റെ ആധിപത്യത്തിലാകുമ്പോൾ അവിടെയും എന്റെ ദൈവം എഴുത്തു നിർത്തിയിട്ടില്ല. അവനാണ് പറയുന്നത്, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. അർത്ഥം, കഴിഞ്ഞ 6000 ചില്വാനം, അങ്ങനെ ഞാനങ്ങ് പറയട്ടെ, വർഷങ്ങൾ കൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എഴുതി ചേർത്ത നിയമങ്ങൾക്ക് പൂർണ്ണമായ ഒരു മാറ്റം പുതിയ ഭൂമിയിലും പുതിയ സ്വർഗത്തിലും ദൈവം വരുത്തുന്നതും ഒരു എഴുതി ചേർത്ത കൽപ്പനയാലാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു എങ്കിൽ അവിടെയാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, വ്യത്യാസം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് 6-ാം വാക്യത്തിലേക്ക് കടക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ പിതാവാം ദൈവത്തിന്റെ പക്കൽ നിന്ന് ലഭിച്ചതാണ് എന്നും പഴയ നിയമസഭയ്ക്ക് സിനായ് പർവ്വതത്തിൽ കൊടുത്തതാണ് എന്നും 2713 കൽപ്പനകളിലൂടെ പഴയ നിയമസഭയെ ദൈവം കൊണ്ടുവരുമ്പോൾ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നതും നാം വായിക്കുമ്പോൾ പരമോന്നതനായ ദൈവമാണ് പറയുന്നത്, ഞാൻ എഴുതിയ വാക്കുകൾക്കോ ഞാൻ കൊടുത്ത വചനങ്ങൾക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്റെ പുത്രനാണ് ദൃക്സാക്ഷിയായിട്ടുള്ളവൻ, അവന്റെ രക്തക്കറയാൽ അത് പൂരിതമാക്കിയതാണ്. എന്നാൽ പഴയ ഭൂമി ഒഴിഞ്ഞു പോയി, പഴയ സ്വർഗവും ഒഴിഞ്ഞു പോയി, പുതിയ ഭൂമിയാണ് വരുന്നത്, പുതിയ സ്വർഗമാണ് വരുന്നത്. ഈ പുതിയ ഭൂമിയിലും പുതിയ സ്വർഗത്തിലും പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയല്ല, സർവവിശുദ്ധന്മാർക്കും വേണ്ടി, തിന്മ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന നിയമവും ഒരു എഴുത്തിനാൽ പൂരിതമാക്കി എന്നുള്ളതാണ് 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിന്റെ അർത്ഥം. ആ കൽപ്പനകൾക്ക് മാറ്റം വരുന്നില്ല. കാരണം അന്ന് ഭൂമിയിൽ തിന്മ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി പോലുമില്ല. സകല ആൾക്കാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാകുമ്പോൾ, മഹോപദ്രവ കാലത്ത് യഹൂദനിൽ ഒരു ചെറിയ പക്ഷം അപ്രകാരം രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ, ജാതികളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ, യാക്കോബിന്റെ കഷ്ടകാലത്തിന് മുൻപ് സഭയ്ക്ക്, പഴയ നിയമസഭയ്ക്കും പുതിയ നിയമസഭയ്ക്കും പൂർവ്വ പിതാക്കന്മാർക്കും ഒരു ഉൽപ്രാവണം ദൈവം കൊടുക്കുമ്പോൾ, പുതിയ ഭൂമിയിൽ പുതിയ ആകാശത്തിൽ ഓരോറ്റ തിന്മ പ്രവർത്തിക്കുന്നവനെ പോലും ദൈവം കടത്തുകയില്ല എന്നതായിരുന്നല്ലോ നാം പഠിച്ചു വന്നത്. വളരെ കൃത്യമായി ഒരു ഹർമഗദോൻ യുദ്ധത്തിൽ അതിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഗോഗ് മാഗോഗ് എന്ന യുദ്ധത്തിൽ ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും ഛേദിച്ച് കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നിലവിൽ വരുത്തുമ്പോൾ അതേ ദൈവമാണ് പറയുന്നത്, എനിക്കിവിടെയും എഴുതുവാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എഴുതിയ എഴുത്ത് പോലെയല്ല, നിത്യതയുടെ ലോകത്തിൽ ഞാൻ പറയുന്നതൊക്കെയും ഭക്തന്മാർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന വാക്യമാണ് 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. സിന്ധു ഒന്നുകൂടെ ആ വാക്യം വായിച്ചാണ്. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒരു വിഭ്രാന്തിയിലേക്ക് നയിക്കുവാനല്ല അത് പറഞ്ഞത്. സത്യവചനം കേട്ടാണ് നീ വന്നത്. ആ സത്യവചനത്തിനൊരു മാറ്റവുമില്ല, ദൈവത്തിന്റെ കൽപ്പനകൾക്കൊരു മാറ്റവുമില്ല. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ പഴയത് എന്നേക്കുമായി മാറ്റി പുത്രൻ തന്റെ രാജ്യത്വം പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പിതാവാം ദൈവമാണ് പറയുന്നത്, എനിക്കും ഒന്നെഴുതുവാനുണ്ട്. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അടുത്ത ഭാഗത്തേക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാചകം നമുക്ക് എടുക്കാം. വായിച്ചാട്ട്. പാർട്ട് 1. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്,
സംഭവിച്ചു തീർന്നു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. അതീവ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ 35 പേരാണ് കടന്നു വന്നത്. വളരെ കൃത്യമായി മറ്റുള്ളവർ വളരെ ബിസി ആയിരിക്കാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണങ്ങളൊക്കെ അവർക്ക് പറയുവാനുണ്ടായിരിക്കാം. 5-ാം വാക്യത്തിന്റെ അമിത പ്രാധാന്യത എന്ത് എന്ന് തിന്മകളൊക്കെ മാറ്റി നന്മയിലേക്ക് കടന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരു പരിധി വരെ ചിന്തിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ 6-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പിന്നെയും അവൻ, ആര്? പുത്രനാം ദൈവമല്ല, പരിശുദ്ധാത്മാവാം ദൈവമല്ല. പുത്രനാം ദൈവത്തെക്കാളും പരിശുദ്ധാത്മാവാം ദൈവത്തെക്കാളും പ്രഥമനായ പിതാവാം ദൈവമാണ് പറയുന്നത്. അവൻ എന്നോട് അരുളി ചെയ്തു സംഭവിച്ചു തീർന്നു. ഈ വാക്യം ശരിക്കും എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ കുറഞ്ഞതൊരു 3 ക്ലാസ് എങ്കിലും വേണം. സംഭവിച്ചു തീർന്നു എന്ന പദത്തിന്റെ അർത്ഥവിന്യാസവും അതിന്റെ കൃത്യമായിട്ടുള്ള ഉള്ളിലെ ആശയവും പ്രകടമാക്കുവാൻ മണിക്കൂറുകൾ വേണം എന്നിരിക്കെ ഹ്രസ്വമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? സംഭവിച്ചു തീർന്നു. കെജെവിയിൽ കൊടുത്തിരിക്കുന്ന ഇറ്റ് ഈസ് ഡൺ. പുത്രനും ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്നു. യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിലെ ഒരു പ്രത്യേകത മനസ്സിലാക്കും. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഓക്കെ, കെജെവിയിൽ കൊടുത്തിരിക്കുന്ന ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പിതാവാൻ ദൈവം പറയുന്നു സംഭവിച്ചു തീർന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപാണ്. അവൻ സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായി ഒരു കാലഗതിയെ ആശ്രയിച്ചിട്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പുത്രൻ അപ്രകാരം പറയില്ല. ഏറെ പ്രാധാന്യമുള്ള പദം സംഭവിച്ച് തീർന്നു. ശ്രദ്ധിക്കണേ, ഞാന് പേരും ഊരും ഒന്നും പറയുന്നില്ല. വേദപുസ്തകം സാമാന്യം ശ്രദ്ധിച്ച് വായിക്കും എന്ന് നിശ്ചയമുള്ള 1-2 പേരോട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു വാക്യമുണ്ട്, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ നോക്കാം സാറേ എന്നൊക്കെ പറഞ്ഞു. നോക്കി ഇപ്പം ഏതാണ്ട് 5-6 ആഴ്ചകളായി ഇതുവരെ, 5-6 ആഴ്ചയോ 3-4 ആഴ്ചകളായി ഇതുവരെ ഉത്തരം കിട്ടിയില്ല. സവിസ്തരമായ ആ പഠന ഭാഗത്തേക്കാണ് നാം വരുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ആ പ്രത്യേകമായ കാര്യം. എന്തുകൊണ്ടാ യേശു സംഭവിച്ചു തീർന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞത്? 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ അവൻ സംഭവിച്ചു തീർന്നു എന്നതിന് കൃത്യമായി ഒരു യവന പദമുണ്ട്, ടെറ്റലസ്റ്റായി. ഇത് കേട്ടവരെന്ന് വലുത് കാര്യങ്ങൾ ഉയർത്തിക്ക്. ടെറ്റലസ്റ്റായി 1000 വട്ടം നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ പുത്രനാണ് പറഞ്ഞത് സംഭവിച്ചു തീർന്നു. എന്താ കാര്യം? പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും ചേർന്ന് മാനവജാതിയെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഈ 3 ദിവ്യത്വങ്ങളും ചേരുന്നത്, ദിവ്യത്വം എന്ന പദം തന്നെയാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ഈ 3 ദിവ്യത്വങ്ങളും ചേർന്ന്, അതിനാണ് നാം ട്രിനിറ്റി എന്ന് പറയുന്നത്. ആ ട്രിനിറ്റിയിലെ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും ഏക ദൈവത്തിന്റെ 3 ഘടകങ്ങളായി മാനവജാതിയെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള പദ്ധതി ഇടുമ്പോൾ അവൻ വാഗ്ദത്തം ചെയ്ത പദ്ധതിയുടെ ഒരു പൂർത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ടെറ്റലസ്റ്റായി. ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവ് ഏൽപ്പിച്ച ദൗത്യം പുത്രൻ ക്രൂശിന്മേൽ നിർവഹിച്ചു. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഉള്ളിലെ എന്താണ്
ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അല്പം വിഷമമുണ്ട്. പിതാവാം ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ് പുത്രൻ ക്രൂശിന്മേൽ നിവർത്തിച്ചത്. ശ്രദ്ധിക്കണേ, ഇതുകൊണ്ട് എന്തെങ്കിലും കഴിഞ്ഞു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ നമ്മേക്കാൾ എത്രയോ വലിയ അറിവിന്റെ ഉടമയായിരുന്നവൻ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ആകാശത്തിലെ പറവകൾ ഏതാണ്ട് 30,000 സ്പീഷീസ് മുഴുവൻ പേരിടുവാൻ കഴിവുള്ളവൻ. സമുദ്രത്തിലെ ജീവികൾ എന്ന് പറയുന്നത് കോടാനുകോടി. ഭൂമിയിലെ ഖരജീവികൾ എന്ന് പറയുന്നത് 5 കോടി. ഈ 5 കോടിയും ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിക്കാത്ത അനേകം കോടികളാണ് സമുദ്രാന്തർഭാഗത്തുള്ളത്. കാരണം എന്താ? ഭൂമിയുടെ 4/3 ഭാഗവും സമുദ്രമാണ്. അതിലെ ആ ജീവികൾക്കും ഒരുപോലെ പേരിടുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ അംശം മാത്രം ഏറ്റിയ ആ മനുഷ്യന് സാധിച്ചു എങ്കിൽ നമ്മുടെ ഐക്യു എവിടെ നിൽക്കുന്നു? ഐൻസ്റ്റീന്റെ ഐക്യു എവിടെ നിൽക്കുന്നു? നമുക്കൊന്നും ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ സകല കഴിവുകളുടെയും അറിവിന്റെയും ഉടമയായ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായ ആദാം എങ്ങനെ തെറ്റി? ഒരു നിസ്സാരനായ പിശാച്, അവനെ നിസ്സാരൻ എന്ന് തന്നെ ഞാൻ പറയട്ടെ, എന്നാൽ അവനിൽ അമിത കഴിവുകൾ ഉണ്ടായിരുന്നു. കാരണം എന്ത്? ദൈവമാണ് അവനെ സൃഷ്ടിച്ചത്. അവൻ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. അപ്പോൾ അവന്റെ കഴിവുകൾ അപ്രകാരം അവനെ പ്രദർശിപ്പിക്കുവാൻ കഴിഞ്ഞത് പിതാവാം ദൈവത്തിന്റെ, പുത്രനാം ദൈവത്തിന്റെ, പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് അവൻ എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം, ഇതേ സൃഷ്ടി ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട തന്റെ ഓമന പുത്രനെ തെറ്റിലേക്ക് മാറ്റി എന്നതാണല്ലോ വളരെ കൃത്യമായി ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, വളരെ കൃത്യമായി തീത്തോസിന്റെ വേദത്തിൽ, തീത്തോസിന്റെ ലേഖനത്തിൽ നാം ആദ്യത്തെ അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, സകല കാലത്തിനു മുൻപേ ഭോഷ്കില്ലാത്ത ദൈവം മാനവജാതിയുടെ നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി എന്ന് പറഞ്ഞാൽ മാനവജാതി പാപം ചെയ്യുമെന്നും അവരെ നിത്യജീവന്റെ അവകാശികളാക്കുവാൻ തക്കവണ്ണം തന്റെ ഏകജാതനായവനെ നിശ്ചയമായും ഭൂമിയിലേക്ക് അയക്കണം എന്നതും പിതാവാം ദൈവത്തിന്റെ ഇംഗിതമാകുമ്പോൾ ചുവന്ന മണ്ണിൽ നിന്ന് ഈ മനുഷ്യനെ ആദമിനെ എന്റെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു പക്ഷേ അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നില്ലേ? അവന്റെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നില്ലേ? എന്താണ് അവൻ ചിന്തിച്ചത്? എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്നെ കൃത്യമായി കൽപ്പനകൾ ലംഘിച്ച് അവൻ മരണത്തിന് അധീനനാകുമ്പോൾ ആ മരണത്തിൽ നിന്ന് ഇവനെ എന്നേക്കുമായി വിടുവിക്കുവാൻ പരമോന്നതനായ ദൈവം ഒരു പദ്ധതി ഇട്ടതാണ് പുത്രനാം ക്രിസ്തുവിന്റെ ആഗമനം. അത് അവൻ എവിടെ പൂർത്തിയാക്കി? ക്രൂശിന്മേൽ പൂർത്തിയാക്കി. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എപ്പോഴായിരുന്നു? AD 30 അപ്പോൾ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ്? 3 ദിവസം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റു. ക്രൂശിന്മേലാണ് അവൻ പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അന്ന് മുതൽ ഇന്ന് വരെ എന്തിന് ദൈവം ഈ ഭൂമിയെ ഇപ്രകാരം ഇവിടെ നിർത്തി എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ നാനാഭാഗത്തും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പരമോന്നതനായ ദൈവത്തിന്റെ ഇതിനു മുൻപ് AD 30 ചൊരിഞ്ഞ ആ സുവിശേഷത്തിന്റെ സത്യം, ആ സത്യത്തിലൂടെ മാത്രമേ നിനക്ക് ദൈവത്തോട് ചേരുവാൻ കഴിയുകയുള്ളൂ. അതിനിപ്പുറം ഒരു സുവിശേഷമില്ല, അതിനിപ്പുറം ഒരു രക്ഷയില്ല, അതിനിപ്പുറം ഒരു മാർഗമില്ല. ഏക മാർഗം എന്ന് പറയുന്നത് ഇന്നേക്ക് 2000 സംവത്സരങ്ങൾക്ക് മുൻപ് കാൽവറി മലമേട്ടിൽ അവൻ ചെയ്ത പ്രവൃത്തിയാണ്. പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു. കാരണം പാപജനത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട യേശുവിന്റെ കൃത്യമായ സുവിശേഷീകരണം അവൻ അവിടെ പൂർത്തിയാക്കി. ആ പൂർത്തീകരണത്തിൽ വിശ്വസിക്കുന്ന നമുക്കാണ് ദൈവം എന്ത് നൽകിയിരിക്കുന്നത്? ജീവരക്ഷ നൽകിയിരിക്കുന്നത്.
എന്റെ ദൈവത്തിന്റെ പദ്ധതി കഴിഞ്ഞു, ഇനി വേറൊരു പദ്ധതി നിനക്ക് വേണ്ടിയില്ല, വേറൊരു സുവിശേഷത്തിന്റെ കൃത്യമായ വാതിൽ നിനക്ക് വേണ്ടിയില്ല. അപ്പോൾ യേശു പറയുന്നത്, എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നതുവരെ മാത്രമേ പുത്രന് ദൈവത്തെ അനുസരിക്കുവാൻ നിവർത്തിയുള്ളൂ. കാരണം അവന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനൊരു ശവശരീരമായി ഈ ഭൂമിയിൽ മാറുമ്പോൾ പിന്നീട് അവനെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തനം ചെയ്യേണ്ടത് പിതാവാം ദൈവമാണ്. ശ്രദ്ധിക്കണേ, മാനവജാതിയുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം പരമോന്നതനായ ദൈവം തന്റെ ഏകജാതനായവനെ ക്രൂശിന്മേൽ അർപ്പിക്കുമ്പോൾ അവനാണ് പറയുന്നത്, പിതാവേ, നീ എനിക്ക് തന്ന മനുഷ്യന് വേണ്ടിയുള്ള ഈ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നീട് അവനല്ല പ്രവൃത്തി ചെയ്യേണ്ടത്. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ, അടുത്ത വാക്യം കൂടെ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അനുഭവിച്ച അവന്റെ ക്രൂശിത മരണത്തിന്റെ അവസാന നിമിഷം തന്നിൽ നിന്ന് അവന്റെ പ്രാണൻ പറഞ്ഞു പോകുന്നത് വരെ അവൻ അത് മാത്രമേ ചെയ്യുവാൻ നിവൃത്തിയുള്ളൂ. പക്ഷെ എന്താണ് ഈ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാ? പിതാവാം ദൈവത്തിന്റെ ചുമതലയാ. അതാണ് നാം അവിടെ വായിക്കുന്നത്, തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിവുള്ളവൻ. അപ്പോൾ എന്താ അർത്ഥം? അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. അവനൊന്നും ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് അവനൊരാത്മാവായി പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ അവന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിസ്സഹായനായിട്ടാണ് അവൻ പറയുന്നത്, പിതാവേ, നീ എനിക്കൊരു പാപജനത്തിന്റെ ശരീരം തന്നു, അത് കാൽവറിയിൽ ഞാൻ പൂർത്തിയാക്കി, ഞാൻ എന്റെ ജീവൻ അർപ്പിക്കുന്നത് വരെയും നിന്നെ അനുസരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവൻ പറയുന്നത്, കർത്താവേ, സകലവും നിവൃത്തിയായി, തെറ്റലസ്റ്റായി. അത് കഴിഞ്ഞാൽ ആ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ചുമതല എന്റെ ദൈവത്തിൻ്റെതാണ്. 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, 7-8 വാക്യങ്ങൾ വിവരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. ആദ്യത്തെ വാചകം, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പാപം തീണ്ടാത്തവൻ, പാപം ചെയ്യാത്തവൻ, ഹമർഷ്യ, ഹമർത്താനോ, ഹമർത്തോലോസ് എന്ന 3 ഗ്രീക്ക് പദങ്ങൾ അവിടെ ഉള്ള. ഹമർഷ്യ എന്ന് പറഞ്ഞാൽ പാപം, ഹമർത്താനോ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക, ഹമർത്തോലോസ് എന്ന് പറഞ്ഞാൽ പാപി. ഈ 2 പദങ്ങളും മാറ്റിയ ശേഷം പിതാവാം ദൈവം പുത്രന്റെ നാമത്തോട് ചേർത്ത ഒരൊറ്റ വാക്കാണ് ഹമർഷ്യ. ഹമർഷ്യ എന്ന് പറഞ്ഞാൽ അവൻ പാപിയല്ല, മാനവജാതിയുടെ പാപത്തെ അവൻ വഹിച്ചതുകൊണ്ട് മാനവജാതി അനുഭവിക്കേണ്ടിയിരുന്ന മരണം തന്റെ ശിരസിന്മേൽ വഹിച്ച് തന്റെ ജീവനെ ഉപേക്ഷിക്കുമ്പോൾ അവൻ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തോട് ആ വാക്യത്തിന്റെ വിശാലത നമുക്കൊന്ന് നോക്കണം. രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി, കണ്ണുനീർ, അപേക്ഷ, അഭയയാചന. തീർന്നോ? ഇല്ല. ഭയവും ഭക്തിയും.
ഇത്രയും വിശേഷതകൾ പുത്രന്റെ മേൽ തന്റെ മാനവജാതിയുടെ പാപം പരിഹരിക്കുവാൻ വേണ്ടി 33.5 വയസ്സുകാലം വരെ ഇവിടെ ജീവിക്കുവാൻ അനുവദിച്ചു കൊടുത്ത ആ പുത്രൻ ഇത് പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവന് പോലും എന്താ പറയുന്നത്? ഉറച്ച നിലവിളി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്കൊരു ഉറച്ച നിലവിളിയുണ്ടോ? അടുത്തത് ഞാൻ ചോദിക്കട്ടെ, കണ്ണുനീരിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടോ? വളരെ കൃത്യമായി കണ്ണുനീരിന്റെ അനുഭവം നിനക്കുണ്ടോ? അപേക്ഷയുടെ അനുഭവം നിനക്കുണ്ടോ? അടുത്തത് എന്താണ്? വളരെ കൃത്യമായി ഭയത്തിന്റെ അനുഭവം നിനക്കുണ്ടോ? ഭക്തിയുടെ അനുഭവം നിനക്കുണ്ടോ? ഈ സവിശേഷതകൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടല്ലാതെ പുത്രന് പോലും ഒരു ഉത്തരം പിതാവാം ദൈവം അപ്രകാരം കൊടുത്തു എങ്കിൽ മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവനൊരു മാർഗം കണ്ടെടുത്തി. ഫിനിഷ്ഡ്. സുവിശേഷത്തിലൂടെയുള്ള രക്ഷ തീർന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അംശിയായി തീരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ദൈവം അനുവാദം തരുമ്പോൾ ഒരു കണ്ണുനീരിന്റെ അനുഭവം നമുക്ക് വരണ്ടേ? ഒരപേക്ഷയുടെ അനുഭവം നമുക്ക് വരണ്ടേ? ഒരു നിലവിളിയുടെ അനുഭവം നമുക്ക് വരണ്ടേ? ഒരു ഭയത്തിന്റെ അനുഭവം നമുക്ക് വരണ്ടേ? ഒരു ഭക്തിയുടെ അനുഭവം നമുക്ക് വരണ്ടേ? എന്റെ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതുക, ഇനിയുള്ളത് ലിഖിതമായി നിത്യതയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വേണ്ടി വെച്ചിരിക്കുമ്പോൾ കൃത്യമായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുഭവിച്ചു. പിന്നെ അവനോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പൂർണ്ണത പുത്രനിലൂടെ ഞാൻ തന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞു. അതിൽ കൂടെ രക്ഷ പ്രാപിച്ച നിങ്ങൾക്ക് അതുവരെയുള്ള മനുഷ്യന്റെ സകല പദ്ധതികളെയും ദൈവം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇനി ഒരു നിത്യതയുടെ അനുഭവത്തിലേക്കാണ് നാം പോകുന്നത്. ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ആയില്ല. അടുത്ത ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വചനം ദൈവശ്വാസീയമാകയാൽ, ദൈവത്തിന്റെ കൽപ്പനകൾ അവന്റെ എഴുത്ത് തന്നെയാകയാൽ, ആദ്യത്തെ കൽപ്പനകളെ മനുഷ്യന്റെ പാപം മൂലം പൊട്ടിച്ചു കളഞ്ഞു എങ്കിൽ രണ്ടാമത്തെ കൽപ്പനകൾ മോശ റെഡിയാക്കി എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവിടെയും ദൈവമാണ് എഴുതിയത് ഈ വചനങ്ങൾ. ഈ വചനങ്ങൾക്ക് മാറ്റമില്ല, ഒരു വിധത്തിലും മാറുകയില്ല. എപ്പോഴാണ് ഇത് മാറുന്നത്? പഴയ ഭൂമിയും പഴയ ആകാശവും ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ പുതിയ ഭൂമിയും പുതിയ ആകാശവും അഥവാ സ്വർഗവും ഭൂമിയുടെ മേൽ സ്ഥാപിക്കപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അവിടെയും പിതാവാം ദൈവം പറയുന്നു, ഇതെഴുതുക. ആ എഴുത്തിന്മേൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിക്കുവാൻ പരമോന്നതനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.